ഇലക്ട്രിക് വാഹനങ്ങളുടെ കച്ചവടം ഒരു കാലത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിയെങ്കിലും സമീപകാലത്തെ കണക്കുകൾ കാണിക്കുന്നത് മറ്റൊരു സ്ഥിതിയാണ്. 2025-ലും 2024-ലും സംസ്ഥാനത്ത് വൈദ്യുതി വാഹനങ്ങളുടെ സ്വീകാര്യത ഗണ്യമായി കുറയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഉയർന്ന ചിലവ്, അപര്യാപ്തമായ ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ, സർക്കാർ ആനുകൂല്യങ്ങളുടെ അഭാവം തുടങ്ങി നിരവധി കാരണങ്ങളാൽ പ്രതിസന്ധിയിലാണ് ഇലക്ട്രിക് വാഹന വിൽപ്പന. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ വൈദ്യുതി വാഹന വിൽപ്പന 2023-ൽ 75,808 യൂണിറ്റുകളിൽ നിന്നും 2024-ൽ 60,345 കുറഞ്ഞു. കഴിഞ്ഞ വർഷം വൈദ്യുതി വാഹന വിൽപ്പനയിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നിന്നും 10ാം സ്ഥാനത്തായിരുന്നു. മാത്രമല്ല, ഈ വർഷം ഏപ്രിൽ 29 വരെ 7,906 ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വിറ്റഴിച്ചത് 29,892 ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു. ഈ കുത്തനെയുള്ള ഇടിവ് കേരളത്തെ 11ാം സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തു. ഉയർന്ന മുൻകൂർ ചെലവുകൾ, അപര്യാപ്തമായ ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ, നിരന്തരമായ റേഞ്ച് പ്രശ്നങ്ങൾ, ശക്തമായ സർക്കാർ പ്രോത്സാഹനങ്ങളുടെ അഭാവം എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങളാണ് മാന്ദ്യത്തിന് കാരണമെന്നാണ് ഈ വ്യവസായ വിദഗ്ധർ പറയുന്നത്. പൊതുസ്ഥലങ്ങളിലെയും ഹോം ചാർജിംഗ് സ്റ്റേഷനുകളിലേക്കുമുള്ള പരിമിതമായ പ്രവേശനം, പ്രത്യേകിച്ച് ഇൻസ്റ്റലേഷൻ ചെലവേറിയതുമൊക്കെ ആശങ്കയായി തുടരുകയാണ്. ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് KSEBയുടെ അനുമതി ആവശ്യമാണ്. പ്രത്യേകിച്ച് വില നിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രക്രിയ പലപ്പോഴും വൈകുകയും ചെയ്യുന്നു. അതിനു പുറമെ വൈദ്യുതി വാഹനങ്ങളുടെ നികുതി സർക്കാർ വർദ്ധിപ്പിക്കുകയാണ്. ഒരു വശത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ല, മറുവശത്ത് ഇത് ജനങ്ങളുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുകയാണ്. കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ 0% നികുതി നൽകുമ്പോൾ കേരളത്തിൽ വൈദ്യുതി വാഹനങ്ങളുടെ സ്വീകാര്യത എങ്ങനെ നിലനിർത്താൻ കഴിയുമെന്ന് ചിന്തിക്കണം. കേരളത്തിൽ വൈദ്യുതി വാഹനങ്ങൾ വളരാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന ഇത് കാണിക്കുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 10 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയാണ് വില. അതേസമയം പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വില ഏകദേശം 4.5 ലക്ഷം രൂപയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉപഭോക്താക്കൾ വിലക്കുറവിനായി കാത്തിരിക്കുകയാണെന്നും ഇത് വിൽപ്പന മന്ദഗതിയിലാക്കാൻ കാരണമായെന്നും വ്യവസായ നിരീക്ഷകർ പറയുന്നുണ്ട്. പെട്രോൾ വാഹനങ്ങളുടെ വിലയ്ക്ക് തുല്യമായി ഇലക്ട്രിക് വാഹനങ്ങളുടെ വില ഉടൻ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കേന്ദ്ര ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു. അതിനാൽ മികച്ച വില നിർണ്ണയവും അടിസ്ഥാന സൗകര്യങ്ങളും പ്രതീക്ഷിക്കുകയാണ് ഉപഭോക്താക്കൾ. അങ്ങനെ വന്നാൽ ചിലപ്പോൾ വിൽപ്പന വീണ്ടും ഉയർന്നേക്കാം. പക്ഷേ ചാർജിംഗ് സ്റ്റേഷനുകളുടെയും ഉദ്യോഗസ്ഥ തലത്തിലെയും പ്രശ്നങ്ങൾ അത് ഗുരുതരമായ ആശങ്കകളായി തന്നെ തുടരുകയാണ്.